100 days 100 ഇയറിങ്സ്, കുറേ അധികം റീച്ച്. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ വിടരും മുമ്പേ കൊഴിഞ്ഞു പോയ പുഷ്പം പുഷ്പം എന്ന് കേട്ടിട്ടുണ്ടോ? ദാറ്റ് പറയപ്പെട്ട പുഷ്പവും ഞാൻ തമ്മിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ ഇതളുകളുടെ വ്യത്യാസം മാത്രമേ കഷ്ടിച്ചുണ്ടാവുള്ളൂ. വിടരാ യോഗമില്ലാത്തൊരു പ്രത്യേക തരം പുഷ്പം. ദാറ്റ്സ് മീ. അപ്പം പറഞ്ഞു വന്നത്, ഒരു 7-8 ഇയറിങ്സ് ഒക്കെ ആയപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം വന്നു. അത് സ്വാഭാവികമായിട്ടും വരുമല്ലോ. അപ്പം എന്തെറ്റി, ഒരു 16 ദിവസത്തെ ഗ്യാപ്പ് വന്നു. എന്നിട്ടിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് കൊഴിഞ്ഞു പോയാൽ പറ്റില്ലല്ലോ. ഈ 100 ഇയറിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ആവാണ്ടിരിക്കുമോ? ഇനി അങ്ങനെ സംഭവിക്കുമോ? എനിവേസ്, ദി കമ്മൽ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് കമ്മൽ. ഈ ചാൻപലി കമ്മലിൻ്റെ പല രൂപങ്ങൾ, പല ഭാവങ്ങൾ പലയിടത്തുമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതായാലും ഒരെണ്ണം ചെയ്യാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ അടിപൊളിയാണ് ഈ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു ലോറിയൽ പേൾസൊക്കെ ഇട്ടിട്ട് ഫൈനൽ ലുക്ക് വരുമ്പോഴേക്കും ഈ ചാൻപലി കമ്മലിൻ്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറും. എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ. പക്ഷേ ഇത് എല്ലായിടത്തും കാണാം. അതുകൊണ്ടാണ് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞത്. പിന്നെ ഏതായാലും ഒരെണ്ണം ചെയ്തു നോക്കാം എന്ന് വെച്ചിട്ട് ചെയ്തു. എനിവേസ്, ഫൈനൽ ലുക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മേ, എന്താ ഭംഗി കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്ത് കൂടിക്കോളൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇനിയിപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് വെച്ചോന്ന്. എനിക്കൊരു ഉപകാരമാവുമല്ലോ. എനിവേ, ബൈ.